No respect for the constitution. इसको चापने दे You can see yourselves. We have been asking them to discuss with us in Parliament, to have a discussion on some issues. And for fear of that discussion, Parliament has not functioned for the last 1 week because they are afraid to even discuss certain issues. നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ ഞങ്ങൾ ബിജെപിയുടെ ഒരു ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. ആ ചർച്ച നടത്താനുള്ള ഭയം കാരണം പാർലമെന്റ് നന്നായി പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടില്ല. They have a negative and destructive agenda, and we have to fight it with our strength, our courage, and our positivity. അവർക്ക് വളരെയധികം നാശോന്മുഖമായ നശിപ്പിക്കുന്ന നിഷേധാത്മകമായ ഒരു കാര്യപരിപാടിയാണ് ബിജെപിക്കുള്ളത്. അതിനെ നമ്മുടെ ധൈര്യം കൊണ്ട്, ശക്തി കൊണ്ട്, നമ്മുടെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നന്മ കൊണ്ട് നമ്മൾ നേരിടുന്നു. They speak of division, we speak of unity. അവർ വിഭജനത്തെ പറ്റി സംസാരിക്കുന്നു, നമ്മൾ ഐക്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. They give all the power, all the resources of this country to their own few, their friends. We want the power to be in your hands. അവർ ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം, ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. They want to weaken every institution, we want to strengthen it. അവരെല്ലാ സ്ഥാപനങ്ങളെയും ദുർബലമാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ്. We want a strong media that questions government and questions power. अबे क्या किया അധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്ന ശക്തമായ വാക്കുകളോട് मोबाइल गिरा दिया A fair, balanced and strong judiciary that is not pressurized. സമ്മർദ്ദത്തിലാവാത്ത, വളരെയധികം തുല്യതയുള്ള, സാമൂഹികാവസ്ഥ പാലിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. And we want to build on all the values of our constitution. അത് മാത്രമല്ല, നമുക്ക് ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും പടുത്തുയർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം. So that each one of you gets the future that you deserve. അതിന്റെ ഫലമായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അർഹിക്കുന്ന ഭാവി ലഭിക്കണം. More important than anything else, we want to focus the politics of our nation back on providing to you the power that you deserve, the rights that you deserve, and all the facilities that you अच्छा deserve. होगा वीडियो बना रहा है ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ട അധികാരം അവർക്ക് നൽകുന്നത്, ജനങ്ങൾക്ക് വേണ്ട അവകാശം അവർക്ക് നൽകുന്നത്, ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You gave my brother so much strength and courage. നിങ്ങൾ എന്റെ സഹോദരന് ഒരുപാട് ധൈര്യവും ഒരുപാട് കരുത്തും നൽകിയിട്ടുണ്ട്. I feel honored, deeply honored to be standing here in this place today. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം ആദരിക്കപ്പെട്ടതായി, വളരെ ആഴത്തിൽ ആദരിക്കപ്പെട്ടതായി എനിക്ക് തോന്നുകയാണ്. I respect you in the same way that he does. എന്റെ സഹോദരൻ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നു അതേ രീതിയിൽ ഞാനും നിങ്ങളെ ബഹുമാനിക്കുന്നു. When I came here during the election, I said I was deeply grateful for the love and strength and trust you gave my brother. अजान हो गया ना अजान हो गया माइक बंद किया 3:30 प्रियंका गांधी इंग्लिश में बोलता वो मरियालम समझाता ना हाँ इंग्लिश लैंग्वेज करता है मेरी इधर का भाषा में वो समझाता है
कभी इसके अंदर से उधर बाहर निकल नहीं बे, हम उधर नहीं निकालेंगे। वहाँ गिर जाएगा। नहीं I was saying सही। that last time I was here, I said I'm very grateful to you for the love and the affection and more than anything for the strength and courage that you have given my brother. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്റെ സഹോദരന് നൽകിയ സ്നേഹത്തെക്കാളും ഇഷ്ടത്തെക്കാളും അതിലെല്ലാം ഉപരി അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ ശക്തി, കരുത്ത്, അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. Now I am doubly grateful to you because you have given me love, you have given me so much love, and you have given me your trust, and you have chosen me to represent you. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ നിങ്ങളോട് എനിക്ക് ഇരട്ടി കടപ്പാടുണ്ട്. കാരണം എന്റെ സഹോദരന് സ്നേഹം നൽകിയതുപോലെ നിങ്ങൾ എനിക്കും സ്നേഹം നൽകി. നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇപ്പോൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. So thank you very much, and I want to thank all the leaders of the UDF, all the workers of both of the UDF who have worked hard for my election, who worked day and night during the election campaign, and have made it possible for me to have this victory. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ രാവും പകലുമില്ലാതെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരോടും നേതാക്കളോടും അവരിലൂടെയാണ് എനിക്ക് ജയം സാധ്യമായത്. അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. You have accepted me as a member of your family. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. Thank you very, very much, and I will not disappoint you. I will work very, very hard for you. You will be happy when you see your MP that yes, she is doing everything she can to make a better future for you. ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ജനപ്രതിനിധി എത്രമാത്രം കഠിനാധ്വാനമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Thank you very much. വളരെയധികം നന്ദി. हो गया? कितना इंतजार कराना पड़ा 5 लीटर का। गाड़ी बुलेट बुलेट अब दूसरे स्टेट में जाए दूसरा स्टेट है। नहीं जाए हो सकता और भी दूसरा जाने का उसका ये हो। अब काहे के लिए भीड़ के लिए कहाँ से कटिंग कहाँ से करेगा? अब हटा देगा तो